നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അതിമനോഹരമായ സ്ഥലമായ അമ്പാട്ടുകടവിലാണ്. ഇവിടെ ആമ്പൽ വസന്തം ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരാണ് ദൂര സ്ഥലങ്ങളിലെല്ലാം ആമ്പൽ ഫെസ്റ്റ് കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഈ അതിമനോഹരമായ സ്ഥലം നമ്മുടെ പുതുപ്പള്ളി കവലയിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലം നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിലും തീർച്ചയായിട്ടും വന്നൊന്ന് സന്ദർശിക്കണം. നമ്മുടെ പുതുപ്പള്ളി ഇതുപോലെ ഒരു മനോഹരമായ സ്ഥലമുണ്ടെന്നുള്ളത് ലോകം മുഴുവനൊന്ന് അറിയട്ടെ. അതോടൊപ്പം ഇവിടെ വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആമ്പൽപ്പൂ പൂക്കുന്നത് രാവിലെ ഒരു 7 മണി മുതൽ 10 മണി വരെയേ ഉള്ളൂ. അതിനുശേഷം ഇതെല്ലാം വാടാൻ തുടങ്ങും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇവിടെ കഴിവതും എത്താൻ ശ്രമിക്കുക. പുതുപ്പള്ളി കവലയിൽ നിന്ന് പുതുപ്പള്ളി ഞാലിയാവഴി റൂട്ടിൽ ഇരവിനല്ലൂർ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പനച്ചിക്കാട് ക്ഷേത്രം റോഡിലാണ് കാര്യവത്തുകടവിന് സമീപം അമ്പാട്ടുകടവ്. ഇവിടെയാണ് ആമ്പൽ വസന്തം ഉണ്ടായിരിക്കുന്നത്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലും നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 10-15ഓളം ബോട്ട് സർവീസുകൾ ഇവിടെയുണ്ട്. പുതുപ്പള്ളിക്കാർക്ക് പ്രത്യേകം ഈ സ്ഥലം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ദൂരെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രദേശമായി മാറുകയാണ് അമ്പാട്ടുകടവ്. ഇതിന് തൊട്ട് സമീപം തന്നെയാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് 100 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ, നടന്നു പോകാനുള്ള ദൂരം. ഇതാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം. കാലങ്ങളായി വേണ്ടത്ര പരിഗണന കിട്ടാതെ പോയ അമ്പാട്ടുകടവ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്പാട്ടുകടവ് ടൂറിസം പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ദൂര സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫോട്ടോഷൂട്ടിനും മറ്റും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയായി മാറിയിരിക്കുകയാണ് അമ്പാട്ടുകടവ്. രാവിലെയും വൈകുന്നേരങ്ങളിലുമുള്ള ഈ ബോട്ട് യാത്ര തന്നെ വളരെയേറെ രസകരമാണ്. അതിഭയങ്കരമായ കാറ്റാണ് ഇവിടെ വീശിയടിച്ചുകൊണ്ടിരിക്കുന്നത്. ബോട്ടിലെ പാട്ടൊക്കെ ആസ്വദിച്ചുള്ള ഈ യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ്.
വളരെ മനോഹരമായ ഈ സ്ഥലത്തിന് ഇപ്പോഴും ഒരുപാട് പരിമിതികളുണ്ട്. കാരണം വരുന്ന ആൾക്കാർക്ക്, ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പറ്റിയ സംവിധാനങ്ങളൊന്നും ഒരുക്കാറായിട്ടില്ല. അതൊക്കെ മുന്നോട്ട് ഇവിടെ ഉണ്ടാകുമായിരിക്കും എന്ന് കരുതുന്നു. അതുപോലെ ലഘു ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. അത് 12 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്, ഒഴിവു സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും വിശ്രമിക്കുവാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അമ്പാട്ടുകടവിലേക്ക് പോരാം.